സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശാരികയും രാധികയും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും ശാരികയ്ക്ക് 100 കൂട്ടം സംശയം തോന്നുന്നുണ്ട്. അതായത് എൻ്റെ അച്ഛനെ ആരാണ് വണ്ടി ഇടിപ്പിച്ചത്, ആ സ്കൂട്ടറിൻ്റെ നമ്പർ കിട്ടിയോ, വണ്ടി ഓടിച്ച ആളെ കിട്ടിയോ, അങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഗിരി. ഞാൻ അയാളെ കണ്ടുപിടിച്ചോളാം, തൽക്കാലം വണ്ടി നമ്പരും ആളെയും കിട്ടിയിട്ടില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഇടപെട്ട ആളെ കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ ഗിരി പറഞ്ഞെങ്കിലും ഹോസ്പിറ്റലിൽ മാധവനെ നോക്കിയ ഡോക്ടറാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു രാധികയും ദേവികയും ശാരികയും അതുപോലെ ഗിരിയും കാണുന്നുണ്ട്. അപ്പം ഡോക്ടറെ കണ്ടതും ദേവികയാണെങ്കിൽ ചോദിക്കുന്നു, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്, എൻ്റെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പേടിക്കാനൊന്നും ഇല്ല, പക്ഷേ എങ്കിലും പുള്ളിക്കാരൻ്റെ കാര്യം അങ്ങോട്ട് പെർഫെക്റ്റ്ലി ഓക്കെ അല്ല, നന്നായിട്ട് ബ്ലഡ് പോയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് രക്തത്തിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ശാരിക ചോദിക്കുന്നു, അച്ഛൻ്റെ മുറിവ് ആഴത്തിലുള്ളതാണോ? കുറച്ച് ആഴത്തിലുള്ളതാ, പക്ഷേ ഇയാൾ പറഞ്ഞതുപോലെ ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് തോന്നുന്നില്ല, മാരകമായ എന്തോ ആയുധം വെച്ച് തലയ്ക്ക് അടി കിട്ടിയതുപോലെയാ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതെന്തായാലും കുറച്ച് അസ്വാഭാവികത ഉണ്ടായതുകൊണ്ട് പോലീസിനെ അറിയിച്ചേ പറ്റൂ, ഞങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് ഗിരിയും അതുപോലെ രാധികയും ദേവികയും ശാരികയൊക്കെ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഗിരി പറഞ്ഞത് അച്ഛനും ഗിരിയും ഒരുമിച്ചാണ് നിന്നത്, സംസാരിച്ചുകൊണ്ട് നിൽക്കവെയാണ് ഒരു വണ്ടി വന്ന് അച്ഛനെ തട്ടിയത് എന്ന് കള്ളം പറഞ്ഞതുപോലെ ആയിട്ടുണ്ട്. പരിശോധിച്ച ഡോക്ടർ ഇങ്ങനെ പറയണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിൽ മറ്റെന്തോ വാസ്തവം ഉണ്ടെന്ന് ദേവിയയ്ക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ശാരിക ചോദിക്കുന്നു, സത്യം പറ ഗിരിയേട്ട, എന്താ എൻ്റെ അച്ഛന് പറ്റിയത്? ഡോക്ടർ പറയുന്നല്ലോ ആക്സിഡൻറ്റ് പറ്റിയതല്ല, എന്തോ മാരകമായ ആയുധം വെച്ച് അടി കിട്ടിയതാണെന്ന്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗിരി പറയുന്നു, അത് മോളെ, വണ്ടി തട്ടിയപ്പം മാധവേട്ടൻ ഊക്കിന് ചെന്ന് അവിടെ അടുത്തുള്ളൊരു പോസ്റ്റിലേക്ക് തലയിടിച്ചു, അതിൻ്റെ ആയിരിക്കും അവരങ്ങനെ പറയുന്നത്, അല്ലാതെ ആക്സിഡൻറ്റ് തന്നെയായിരുന്നെന്ന് അപ്പോഴും തറപ്പിച്ച് പറഞ്ഞു നിൽക്കുക, നന്ദൻ അപകടമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി. അതേസമയം ഇസബെല്ലയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്, എന്തായാലും നന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദനും ദേവികയും തമ്മിൽ അകലും. ഇതിനിടയ്ക്ക് തന്നെ ദേവിക ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നന്ദന ദേവികയുടെ അച്ഛനെ തല്ലിയത് എന്നുള്ള സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ നന്ദനെ അറസ്റ്റ് ചെയ്യിക്കേണ്ടൊക്കെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ദേവിക അറിഞ്ഞില്ലേ, എന്തായാലും നീ ഒന്ന് വിളിച്ച് നോക്ക്, ഞാൻ വിളിച്ചാൽ ശരിയാകില്ല, നിന്നോട്ട് പിണക്കമൊന്നുമില്ലല്ലോ ദേവികയ്ക്കെന്ന് ബെല്ല പറയുന്നത് കേട്ട് കെവിൻ ആണെങ്കിൽ ദേവികയെ വിളിക്കുന്നു. അങ്ങനെ കോൾ എടുക്കുന്ന ദേവികയോട് കെവിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ട്? അപ്പം ദേവിക പറയുന്നു, പ്രത്യേകിച്ച് ഒന്നും പറയാറായിട്ടില്ല, കുറേ ബ്ലഡ് പോയെന്നാണ് പറയുന്നത്. കെവിനോട് ആര് പറഞ്ഞ അച്ഛൻ ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റി എന്ന് ദേവിക ചോദിക്കുന്ന സമയത്ത് അത് നന്ദന പറഞ്ഞത്. നന്ദൻ ഒരു അബദ്ധം പറ്റിയതാ, അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ ഒരു അപകടം പറ്റിയത്. നന്ദൻ അബദ്ധം പറ്റിയതാണെന്നോ? എന്താ കെവിൻ പറയുന്നത്? നന്ദു എന്ത് ഇതെന്നാ പറയുന്നത്? അപ്പം ദേവിക ഒന്നും അറിഞ്ഞില്ലേ? നന്ദുവാ ദേവികയുടെ അച്ഛൻ്റെ തലയിലേക്ക് വടി കൊണ്ട് അടിച്ചത്. അത് കേട്ട് ദേവിക ആകെ ഷോക്കാകുന്നു. സത്യമാണോ കെവിൻ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്, അന്നേരം ഗിരിയേട്ടനും കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ചു നോക്കാൻ പറയുമ്പോഴത്തേക്കും ദേവിക ഫോൺ കട്ട് ചെയ്ത് ഗിരിയേട്ടൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, ഗിരീഷേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് കണ്ടത്, മറ്റുള്ളവരുടെ എന്തു തന്നെ പറഞ്ഞാലും എന്നോട് സത്യം തുറന്നു പറയാമായിരുന്നു, സത്യം പറ, നന്ദു ആണോ എൻ്റെ അച്ഛനെ തല്ലിയത്? ഞാനും നന്ദുവും തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ പോയതിൻ്റെ പേരിനാണോ ദേഷ്യത്തിന് അച്ഛനെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ ദേവിക തെറ്റിദ്ധരിച്ചിരിക്കുക, സത്യ നന്ദുവിൻ്റെ തല്ലുകൊണ്ടാ മാധവേട്ടൻ ഇങ്ങനൊരു അപകടം പറ്റിയത്. ഇനി നിങ്ങൾ തമ്മിൽ ഓൾറെഡി പ്രശ്നങ്ങളാ, ഇതും കൂടി അറിഞ്ഞ് പ്രശ്നം വഷളാകണ്ടെന്ന് വിചാരിച്ച തൽക്കാലം ദേവികയോട് ഈ സത്യം പറയേണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. സത്യം പറ ഗിരീഷേട്ടാ, എന്താ ശരിക്കും നടന്നത്? ഡോക്ടർ പറഞ്ഞപ്പോഴേ എനിക്ക് ഗിരീഷേട്ടനെ സംശയം ഉണ്ടായിരുന്നു, പിന്നെ ഗിരീഷേട്ടനും അച്ഛനും ഒരുമിച്ച് നിന്നെയാ, ഗിരീഷേട്ടൻ അറിയാതെ എന്തായാലും ഈ ഒരു അപകടം പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അന്നേരം ഗിരീഷ് പറയുന്നു, ഞാനും മാധവേട്ടനും കൂടി ശരിക്കും പറഞ്ഞാൽ ബൈക്കിൽ വരുന്ന സമയമായിരുന്നു, ചന്ദ്രത്തേക്ക് പോകാൻ നിൽക്കുന്ന മാധവേട്ടനെ വഴിയരികിൽ വെച്ചാൽ ഞാൻ കണ്ടുമുട്ടിയത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥൻ സാറിനെയും പ്രഭാവതി ആൻറ്റിയും കാണാനായിട്ട് ചന്ദ്രത്തേക്ക് പോകുമായിരുന്നു. പക്ഷേ എന്നോട് ആദ്യം കള്ളാണ് പറഞ്ഞത്, ഒരു കൂട്ടുകാരനെ കാണാൻ പോകുകയെന്ന് പറഞ്ഞു. ഏത് കൂട്ടുകാരനാണെങ്കിലും ആ സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് ആക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് സത്യം തുറന്നു പറഞ്ഞത്. അങ്ങനെ ചന്ദ്രത്തേക്ക് പോകുന്ന വഴിക്ക് നന്ദനെ ഋഷിയുടെ കൂട്ടുകാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നത് കണ്ടു, ഋഷിയെ കാണാതായതിൻ്റെ പേര്. അന്നേരം നന്ദനെ രക്ഷിക്കാൻ വേണ്ടി ഞാനും മാധവേട്ടനും കൂടി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ നന്ദൻ ഒരു വടിയെടുത്ത് അവരെ തല്ലുന്ന കൂട്ടത്തിൽ അബദ്ധം പറ്റി മാധവേട്ടൻ്റെ തലയ്ക്ക് അടി കൊണ്ടതാ, അറിഞ്ഞുകൊണ്ടല്ല. പക്ഷെ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേവികയോ ശാരികയോ ഒന്നും വിശ്വസിക്കില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ടാണ് മറച്ചു വെച്ചെന്ന് പറയുമ്പോഴത്തേക്കും ദേവിക സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്.
ശാരിക തൽക്കാലം ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ശാരിക വലിയ പുകിലുണ്ടാക്കും. അതേസമയം എന്തൊക്കെയോ നേടിയ സന്തോഷത്തിലാണ് ഋഷി. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട്. ഞാനെന്ന് പറയുന്ന ശല്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കളഞ്ഞ് മനസമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതി അവന് സമാധാനം എന്താണെന്ന് പിന്നെ അറിഞ്ഞിട്ടില്ല. അന്നേരം അരുന്ധതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ ഈ പോക്ക് ഒട്ടും ശരിയല്ല, നാശത്തിലേക്കാണ് നിൻ്റെ ഈ പോക്ക്. മര്യാദയ്ക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇതുങ്ങാണം പ്രഭാവതിയോ നന്ദനോ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും ഈ പ്രശ്നം തീരില്ല. അമ്മ എന്തു പറഞ്ഞാലും ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടത്തിയെടുക്കുന്നത് വരെ ഞാൻ എൻ്റെ പ്രതികാരത്തിൽ നിന്ന് പിന്നോട്ടില്ല. പിന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. അല്ല ഈ മകൻ്റെ വിഷമം കാണാനും അല്ലെങ്കിൽ മകനെ തകർക്കാനും ആ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം ചന്ദ്രോത്ത് ചെന്ന് അറിയിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് ഋഷി പോകുന്നത് കണ്ടിട്ട് എന്ത് വേണമെന്നറിയാൻ വയ്യാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അരുന്ധതിയും.